ഈയിടെ വായിച്ച 99 ഉണ്ണിക്കഥകൾ എന്ന പുസ്തകത്തിലെ രാജാവും ജ്ഞാനിയും എന്ന ചെറുകഥയുടെ ആശയമാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത്. ഒരിക്കൽ ഒരു രാജാവ് കണ്ട സ്വപ്നത്തെ ഒരു പണ്ഡിതൻ വർണ്ണിച്ച രീതി ഈ കഥയിലൂടെ രസകരമായി കഥാകൃത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. മരണശേഷം രാജാവ് സ്വർഗത്തിലും ജ്ഞാനി നരകത്തിലുമെത്തിയ തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് കൊട്ടാര പണ്ഡിതനോട് ചോദിച്ചു. അതിന് പണ്ഡിതൻ നൽകിയ മറുപടി അതിശയിപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞതിതാണ്: രാജാവ് ജ്ഞാനിയെ ആദരിച്ചതിനാലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചതിനാലും സ്വർഗത്തിലെത്തി. എന്നാൽ ജ്ഞാനിയോ രാജാവുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതിനാലും അധർമ്മം ചെയ്തതുകൊണ്ടും നരകത്തിലെത്തി. ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരവർ ചെയ്യുന്ന കർമ്മഫലങ്ങൾ അവരവർ അനുഭവിച്ചേ തീരൂ എന്നതാണ്. അതേ പുസ്തകത്തിലെ തന്നെ ജോക്കി എന്ന മറ്റൊരു കഥയിലെ ആശയവും ഇവിടെ പറയുന്നുണ്ട്. ഒരാൾ മറ്റൊരാളോട് ചോദിക്കുന്ന ചോദ്യവും അതിനുള്ള മറുപടിയുമാണ് കഥാകൃത്ത് ഹാസ്യരൂപത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു കറുത്ത വാവിൽ നടക്കുന്ന സംഭവമാണ് ചോദ്യം. ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നുമില്ല, വഴിവിളക്കുകൾ ഒന്നുമില്ലാതെ, വീടുകളിൽ വിളക്കുകൾ കത്താതെ, ലൈറ്റുകളെല്ലാം അണച്ച ഒരു ബൈക്കിൽ കറുത്ത കുപ്പായവും കറുത്ത ഹെൽമറ്റും ധരിച്ച ഒരു യാത്രികൻ. ഒരു പട്ടി വട്ടം ചാടിയാൽ അത് കാണുന്നതും വണ്ടി നിർത്തുന്നതും എങ്ങനെ എന്നാണ് ചോദ്യം. പട്ടി മറുവശത്ത് നോക്കി നിൽക്കുന്നത് കൊണ്ട് കണ്ണുകളുടെ തിളക്കം പോലുമില്ലായിരുന്നു. ചോദ്യത്തിന് രസകരമായ രീതിയിൽ മറുപടി നൽകുകയാണ് കഥാകൃത്ത് ഇവിടെ. ഒരു കറുത്തവാവിൻ്റെ പകൽ വെളിച്ചത്തിലാണ് സംഭവമെന്നും പകൽ വെളിച്ചത്തിന് ഏത് കണ്ണുപൊട്ടനും കാണാൻ കഴിയുമെന്നാണ് കഥാകൃത്ത് ഇവിടെ പറയുന്നത്. നന്ദി.